അവരിതിൻ്റെ ഏകദേശം ഒരു ധാരണ മുന്നോട്ട് വെക്കുകയും അങ്ങനെ നമ്മൾ രണ്ടാമത് ഒന്നും കൂടി കുറച്ചും കൂടി ആളുകളെയൊക്കെ വിളിച്ച് ചേർത്തുകൊണ്ട് ഒരു യോഗം കൂടി ചേർന്നു. കറണ്ട് യോഗങ്ങൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ അവിടെ ചെറിയ ഒരു ഹാളിൽ വെച്ചായിരുന്നു ചേർന്നിരുന്നത്. അങ്ങനെയാണ് ഇന്ന് നമുക്കൊരു ജനറൽ ബോഡി ഇതിലേക്ക് വേണ്ട ആളുകളെ വ്യത്യസ്ത തരങ്ങളിൽ നമുക്കറിയാം. ഈ പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ രോഗങ്ങൾക്ക് എന്തില്ല, ജാതിയില്ല, മതമില്ല, അതിന് വർഗവർണ്ണങ്ങളൊന്നുമില്ല. രോഗി അനുഭവപ്പെടുന്ന വേദനകൾക്കുമില്ല ഇന്ന ജാതിക്കാരൻ ഇന്ന വേദന, മറ്റവന് മറ്റു വേദന എന്നില്ല. അതുകൊണ്ട് തന്നെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും പരിഗണിക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയെയാണ് പത്തപ്പിരിയം പാലിയേറ്റീവ് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. തുടക്കം കുറിക്കുക. അതിൻ്റെ പ്രഥമ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്ത ആളുകളായിരിക്കും ഇതിൻ്റെ മെമ്പർമാർ. ഈ യോഗത്തിൽ ഇന്ന് ഒപ്പിട്ട് ചേർന്നിട്ടുള്ള ആളുകളാണ് ഈ പാലിയേറ്റീവ് പത്തപ്പിരിയം പാലിയേറ്റീവിലെ ജനറൽ ബോഡി അംഗങ്ങൾ. പിന്നെ നമ്മൾ ഇതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സൊസൈറ്റി ആക്ട് പ്രകാരം ഇത് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ കാണുകയും അതിനൊരു ബൈലോ എഴുതി ഉണ്ടാക്കുകയും അത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ അതിൻ്റെ ഒരു കണക്ക് നമുക്കിവിടെ വേണ്ട പ്രവർത്തകന്മാർ ഇപ്പോൾ ഒരു കൊല്ലത്തിൽ എന്ത് ചെയ്യും, നമ്മൾ കമ്മിറ്റി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം അങ്ങനെ പോവാതിരുന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറേ കൊണ്ടുപോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ നമുക്ക് രോഗികളായി, ക്യാൻസർ രോഗികളായി, വൃക്കരോഗികളായി, വാതരോഗികളായി, ഇങ്ങനെ നെറ്റലിന് ക്ഷതം പറ്റിയിട്ടുള്ള ആളുകളായി ഇങ്ങനെ ഈ ചുറ്റുഭാഗങ്ങളിലുണ്ട്. നമ്മൾ ഇറങ്ങി നോക്കുമ്പോഴാണ് അതിൻ്റെ ബാഹുല്യം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ എല്ലാ ചില ആളുകൾക്ക് എങ്ങനെയാണ് ഈ രോഗിയെ പരിചരിക്കേണ്ടതെന്ന് അറിയില്ല. ചില ആളുകളെ പരിചരിക്കാൻ ആളുകളെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം നമ്മൾ പല വാർത്തകളും കേൾക്കാറുണ്ടല്ലോ, കുഴി വലിച്ചു, അതുപോലെ തന്നെ മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് മറ്റുള്ള ആളുകൾ കണ്ടെത്തി, അല്ലെങ്കിൽ അങ്ങനെ ഈ വാർത്ത ആവശ്യമുള്ള രോഗികളുണ്ടാവും. കിടക്ക് ശയ്യാവലംബിയായി കിടക്കുന്നവന് എയർബാഗുകൾ ആവശ്യമുണ്ടാവും, അതിന് വേണ്ട ബെഡുകൾ ആവശ്യമുണ്ടാവും. നിത്യജീവിതത്തിൽ വാങ്ങി വെക്കുന്ന സാധനം രോഗം വരുമ്പോൾ ആവശ്യമായി വരുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് കിട്ടാവുന്ന, അത് കൊടുക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കുറച്ച് അത്തരം പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്തിട്ട് അത് സ്പോൺസർ ചെയ്യാൻ കഴിയുന്ന ആളുകളെ സ്പോൺസർ ചെയ്യിപ്പിക്കുക. അതുപോലെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വാഹനം ആവശ്യമുണ്ടാവും. ആ ഒരു ചെറിയ വാഹനത്തെ നമുക്ക് ഒരുക്കേണ്ടി വരും. ഭാവി നമുക്ക് മറ്റിതര പ്രവർത്തനങ്ങൾ ഡയാലിസിസ് സെന്ററുകളിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രൂപിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്ന് ഇതിന് ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം മാത്രമാണ്, അല്ലാതെ വേറെ വരുമാനമല്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ഒന്നുമില്ലല്ലോ. നമ്മൾ തൽക്കാലം നമ്മളൊരു റൂം, കാരണം രജിസ്ട്രേഷന് കൊടുക്കണമെങ്കിൽ റൂമിന്റെ നമ്പർ കൊടുക്കേണ്ടത് കൊണ്ട് നമ്മുടെ റൂം ഇവിടെ നമ്മളെ ഈ മിനാർ ഹോട്ടലില്, അതിന്റെ പേര് മിനാർ ഹോട്ടലിന്റെ ബാക്കിലുള്ള 3 റൂമുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സൗകര്യങ്ങളൊക്കെ ഉള്ള അവിടെ നേരത്തെ ഹോം അപ്ലയൻസ് ഒന്നും നടന്നിരുന്ന ഒരു സ്ഥലമാണ്. സൗകര്യം പത്തപ്പിരം പാലിയേറ്റീവ് കെയർ മേൽവിലാസം പത്തപ്പിരം പാലിയേറ്റീവ് കെയർ, പത്തപ്പിരം PO, മഞ്ചേരി വഴി, മലപ്പുറം ജില്ല 60-61-23. ഓഫീസ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിലെ നമ്പർ കെട്ടിടങ്ങൾ ഒപ്പിച്ചിട്ടില്ല, അത് കൊടുക്കും. പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിലെ എടവണ്ണ പഞ്ചായത്തിലെ പത്തപ്പിരം പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിൽപ്പെട്ട പ്രദേശങ്ങൾ. പിന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാറാരോഗം വന്ന് കിടപ്പിലായവർ, നട്ടലിനും മറ്റും ക്ഷതമേറ്റ് തളർന്നു കിടക്കുന്ന ആരോഗ്യ ശുചിത്വ പദ്ധതികൾ, മാലിന്യവുമായുള്ള പ്രയാസങ്ങളെ കുറിച്ചുള്ള വിവിധ ധാരണകൾ തിരുത്തി മലിനീകരണം തുടങ്ങിയവയിൽ ബോധവൽക്കരണം സംഘടിപ്പിക്കുക. ഇത് 20 ലക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനിയും കൂട്ടിച്ചേർക്കുക ചെയ്യാം. നിങ്ങൾക്കറിയാം, നമുക്ക് മഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയ സമയത്ത് ഗൂഡല്ലൂര്, അതേപോലെ തന്നെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ, പാലക്കാട് ജില്ലാ അതിർത്തികളിലൊക്കെ ക്യാൻസർ ബാധിതരായിട്ടുള്ള ആളുകളുടെ പരിചരണത്തിനായിരുന്നു ഇത് തുടക്കം കുറിച്ചിരുന്നത്.
പിന്നീട് ഇത് കാലക്രമേണ മാറി മാറി ഇപ്പോൾ നിൽക്കുന്നത് ദീർഘകാല പരിചരണം ആവശ്യമായി വരുന്ന എല്ലാ കേസുകളും, കൂടാതെ ഹ്രസ്വകാലത്തിൽ വരുന്ന ഇപ്പോൾ ആക്സിഡന്റിന്റെ കാര്യമായിട്ട് മുറിവൊക്കെ ഷോർട്ട് ടൈമിൽ വരുന്ന ഇങ്ങനെയുള്ള കേസുകളും, കിടപ്പിലായവരും പരിചരിക്കുന്ന സംവിധാനം, ദീർഘകാല പരിചരണം ആവശ്യമായി വരുന്ന എല്ലാ കേസുകളും. ഇതിൽ പറഞ്ഞ പോലെ പ്രായാധിക്യം കൊണ്ട് വരും, സ്ട്രോക്ക് വന്നത് വരും, സമൂഹത്തിന്റെ ഇടപെടലില്ലെങ്കിൽ ചികിത്സ പൂർത്തിയാകാൻ ബുദ്ധിമുട്ടുള്ള മാനസിക രോഗികൾ വരും. ഇങ്ങനെ പരിചരണം ആവശ്യമായി വരുന്ന എല്ലാ കേസുകളും ഇപ്പോൾ പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഫസ്റ്റ്. ഇവർക്ക് ഇപ്പോൾ നമ്മുടെ ഈ 5 വാർഡുകൾ, നമ്മളിപ്പോൾ ക്ലിനിക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ വാർഡുകളിൽ ഇപ്പോൾ ഞാൻ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 5 വാർഡുകളിൽ ഈ പറയുന്ന എല്ലാ കേസുകളും നിങ്ങളുടെ ഇപ്പോൾ ഈ സംവിധാനങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് നോക്കുക. ഞാൻ ഇതിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് രോഗിക്ക് ആവശ്യമുള്ള സമയത്ത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വരുന്നത് ഇടവണ്ണന്നാണ്, ഇടവണ്ണന്ന് വിടുന്ന ഹോം കെയർ രോഗിക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് പരിചരണം കിട്ടുന്നുണ്ടോ? പി രാമകൃഷ്ണൻ, 2 എ അബ്ദുൾ റഷീദ് ഇരിയാണ്, സെക്രട്ടറി VP സുലൈമാൻ, ജോയിന്റ് സെക്രട്ടറി ബി അബ്ബാസ് അലി മാസ്റ്റർ, മറ്റൊരു ജോയിന്റ് സെക്രട്ടറി ജിത്തു, സുബ്രഹ്മണ്യൻ എ, ഇതിന്റെ ട്രഷറർ വി മുജീബുർ റഹ്മാൻ, മറ്റു മെമ്പർമാർ VP ഷുഹൈബ്, വി അബൂബക്കർ, PC റിയാസ്, എ ഉമ്മർ എരിയാട്, MP മെഹബൂബ് മാസ്റ്റർ, വി അബ്ദുൽ ഗഫൂർ ബാപ്പു വട്ടക്കണ്ടം, PC സ്വനീഷ്, VP നിസാർ അഹമ്മദ് കുന്നത്തൂർ കുഞ്ഞിപ്പ, O അലി, PB സാജിർ, CK നൌഷാദ് നെല്ലാണി, ചെറുകാട് അബ്ദുൽ കരീം, രാമൻകുട്ടി ശീനിയമ്പുറം, മധു മാസ്റ്റർ, KP പുരുഷോത്തമൻ കുട്ടൻ, പയ്യനി അബ്ദുസ്സലാം ചെറുങ്ങാട്ടുപൊയിൽ, മണ്ണിൽക്കവൻ ഉസ്മാൻ ചെറുങ്ങാട്ടുപൊയിൽ, TP ഉമ്മർ പാണ്ടിയാട്, KP സത്യൻ നെല്ലാണി, AT സൈനുൽ ആബിദീൻ തങ്ങൾ, VP റഷീദ് അലി, K സുകുമാരൻ. ഇത്രയും ആളുകളാണ് ഇതിൽ മെമ്പറായിട്ടുള്ളത്. ഫോം ചെയ്തുകൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഈ വായിച്ച പ്ലാനിൽ നമുക്ക് അംഗീകരിക്കുകയാണെങ്കിൽ കൈയടിച്ച് പാസ്സാക്കാം. നമുക്കറിയാം, നമ്മൾ ഏറ്റവും ഇപ്പോൾ ലോകത്തന്നെ ഏറ്റവും അധികം ആളുകൾക്ക് ആവശ്യമുള്ള, അത്രമാത്രം അത്യാവശ്യമുള്ള ഒരു സംവിധാനത്തിനാണ് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുന്നത്. പത്തപ്പിരിയും പാലിയേറ്റീവ് കെയറിന്റെ പ്രഥമ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഏതാണ് സംസാരം. പാലിയേറ്റീവ് കെയറിന്റെ കണക്ക് പ്രകാരം ഏറ്റവും അവസാനം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ 50 രോഗികൾക്കും ഒരു ഹോം കെയർ യൂണിറ്റ് വണ്ടി ഓടിയാല് കൃത്യമായ അന്തസ്സുറ്റ ശാസ്ത്രീയമായ നൂതനമായ വ്യവസ്ഥാപിതമായ പരിചരണം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുള്ളൂ. ആലോചിച്ചു, സംവിധാനമാക്കി ഈ പത്തപ്പിരിയ പാലിയേറ്റീവ് കെയറിനെ മാറ്റേണ്ട ഉത്തരവാദിത്തം ഈ ഇരിക്കുന്ന എല്ലാവർക്കും. ഇത് സേവനമൊന്നുമല്ല. പാലിയേറ്റീവ് കെയർ പ്രവർത്തനം സേവനം, അലിവ്, കഴിവ്, ദയ, ആത്മത, ഓസാരം അല്ലെങ്കിൽ കാരുണ്യം ഇതിന്റെ പേരല്ല. ഇതൊരു ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ പേരാണ്. ഇതൊരു കടമ നിർവഹിക്കുന്നതിന്റെ പേരാണ്. ഇതൊരു ബാധ്യത നിർവഹിക്കുന്നതിന്റെ പേരാണ്. ഇതൊരു ദൗത്യ നിർവാഹക സംഘത്തിന്റെ പേരാണ് പാലിയേറ്റീവ് കെയർ. ഇത് നമ്മളൊക്കെ ഉത്തരവാദിത്തം. നമ്മൾ വീട്ടിൽ ഉമ്മി ബാപ്പി ഗർഭിലുണ്ടെങ്കിൽ ഉമ്മാനും ബാപ്പാനും നോക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെ ഉത്തരവാദിത്തം ചുറ്റുപാടിൽ നമ്മളെ അയലോകത്തിന്റെ ആളുകളെ നോക്കുന്ന ഉത്തരവാദിത്തം. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന്റെ പേരാണ് പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ നമ്മൾ ഓസാരത്തിരിക്കണമല്ല, അല്ലെങ്കിൽ നമ്മള് ചേർപ്പ് തെറിച്ച അരിമണിക്ക് വേണ്ടി കാത്തുകെട്ടി കിടക്കുന്ന ആൾക്കാരല്ല. നമ്മളെ ചുറ്റുപാടുകളിൽ വീടിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയ ആളുകൾ നമ്മൾ അളന്നു മുറിച്ച് തൂക്കി കണക്കാക്കി കൊടുക്കേണ്ട അവകാശത്തിന് വേണ്ടി കാത്തുകെട്ടി കിടക്കുന്ന ആളുകളാണ് നമ്മളെ ചുറ്റുപാടുകളിൽ. ഇത് നമ്മൾ ഓസാരല്ല, എല്ലാവരും ഉത്തരവാദിത്തം. ആ ഒരു ഉത്തരവാദിത്തമായ ശ്രമത്തിന്റെ പേരാണ് പാലിയേറ്റീവ് കെയർ. ദുരിതങ്ങൾക്കൊടുവിൽ മനുഷ്യന് തുറന്നു കിട്ടാവുന്ന പാരസ്പര്യത്തിന്റെ അവസാന അഭയകേന്ദ്രത്തിന്റെ പേരാണ് പാലിയേറ്റീവ് കെയർ.
ഏത് രാജ കൊട്ടാരത്തിലും പാലിറ്റിക്കാരന്റെ പരിചരണം, പാലിറ്റിക്കാരന്റെ സർവീസ് കിട്ടും. മരുന്ന് പാലിറ്റിക്കാരല്ല ഞാൻ പറഞ്ഞിരുന്നത്. അവര് ഒരു ദിവസം വിളിച്ചു, മുമ്പ് സൂചിപ്പിച്ചു. അതിന്റെ പ്രമാദമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. പാലിയേറ്റീവ് കെയർ ഒരു ജനകീയ പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ കണ്ടു. നമ്മുടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഫണ്ടിങ് സംവിധാനങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയ കുറെ ആളുകളും താഴി രൂപമൊക്കെ കണ്ടിട്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരിക്കലും ഒരു മുസ്ലിം പ്രസ്ഥാനമല്ല, ഇതൊരു ജനകീയ പ്രസ്ഥാനമാണ്. ഇവിടെ ഫണ്ട് വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു താടി തലക്കെട്ടൊക്കെ ഉള്ള ആളാണ്, ഒരു ബ്രാൻഡഡ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതിന് വരുന്ന ഫണ്ട് ഒരിക്കലും എന്റെ വിശ്വാസത്തിനോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾക്ക് അനുസൃതമായതാവണം എന്നുള്ള നിർബന്ധം ഒരിക്കലും പാലിയേറ്റീവ് കെയറിന് സ്വീകരിക്കാൻ പാടില്ല. നാളെ കള്ളുഷാപ്പിലെ പൈസ വന്നാലും ആ പൈസ കൊണ്ട് രോഗിക്ക് മരുന്ന് വാങ്ങാൻ കഴിയുമോ എന്നുള്ളത് മാത്രമേ ഇവിടെ ചിന്തിക്കാൻ കഴിയൂ. വിശദീകരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള നമ്മുടെ കാരക്കുന്നിലെ പാലിയേറ്റീവ് കെയറിനെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇങ്ങനൊരു സംരംഭം തുടങ്ങണം എന്ന് ഒരു 2-3 ആളുകൾ ഞാനടക്കം ഇങ്ങനെ സംസാരിച്ചു വന്നിട്ട് സ്വാഭാവികമായും എല്ലാവിധ സഹായവും ഇതിനുണ്ടാകുമെന്ന് ആദ്യം 6 ആളായി യോഗം, പിന്നീട് 36 ആളായി, ഇന്ന് 100 ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറയാൻ കഴിയും. ഇങ്ങനത്തെ ഒരു പറഞ്ഞു ഒരു പാലിയേറ്റീവ് യോഗം എവിടെ നടക്കാറില്ല. നമ്മൾ കൃത്യമായി ആ തുടക്കം മുതൽ ഇന്ന് വരെ സജീവമായി ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറേ ആൾ അവിടെയൊക്കെ ത്യാഗമാണ്. ആരും വരുന്നില്ല. അവരെയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഓഡിറ്റോറിയം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള നിസാമിന് പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട പാനൽ അതൊരു നിർദ്ദേശമാണ്. തൽക്കാലം ഈ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊമോട്ടിംഗ് കമ്മിറ്റി വേണം. അപ്പോൾ ആ കമ്മിറ്റിയിൽ താൽക്കാലിക കമ്മിറ്റിയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്, 1 വർഷത്തേക്കുള്ള. അത് രജിസ്ട്രേഷന് ഇവരൊക്കെ കുറേ ആധാർ കാർഡിന്റെ കോപ്പിയിൽ അവരാണ് സാധനം ഒറ്റ ഷീറ്റ് ആ ഇത് ചെയ്യാം. 2 ഷീറ്റ് വേണ്ട, ഒറ്റ ഷീറ്റ് അപ്പുറം എടുത്താൽ മതി. ഒറ്റ ഷീറ്റ് എയർപോർട്ടിൽ ഇത്